നമസ്കാരം. മാധ്യമങ്ങളുടെ കണ്ണാടി എറിഞ്ഞുടയ്ക്കുമ്പോൾ എന്നതാണ് ഈ കോൺവെർസേഷൻ്റെ ടോപ്പിക്. സമൂഹം മുഖം നോക്കുന്ന കണ്ണാടികളാണ് മാധ്യമങ്ങൾ എന്നാണ് വെപ്പ്. അപ്പോൾ സമൂഹത്തിൽ ഉള്ളതൊക്കെ മാധ്യമങ്ങളിൽ പ്രതിബിംബിച്ച് കാണും. ഈ അധികാരം കണ്ണാടി നോക്കുന്നതും മാധ്യമങ്ങളിലാണ്. പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒക്കെ അവരുടെ പ്രതിബിംബം കാണേണ്ടത് അല്ലെങ്കിൽ കാണുന്നത് മാധ്യമങ്ങളിലാണ്. അപ്പോൾ ആ കണ്ണാടി എറിഞ്ഞുടയ്ക്കുന്നുണ്ടോ? ശരിക്കും ഈ മാധ്യമങ്ങളുടെ കണ്ണാടി എറിഞ്ഞുടയ്ക്കുന്നത് ആരാണ്? വേറെ വല്ലവരും എറിഞ്ഞുടയ്ക്കുന്നതാണോ, അതോ മാധ്യമങ്ങൾ തന്നെ തനിയെ താഴെയിട്ടത് പൊട്ടിക്കുന്നതാണോ? ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമുക്ക് പാനലിസ്റ്റുകളായി ഇവിടെ ശ്രീ എം ജി രാധാകൃഷ്ണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, മാതൃഭൂമി, ഇന്ത്യ ടുഡേ, ഒടുവിൽ ഏഷ്യാനെറ്റിൻ്റെ എഡിറ്ററായി ആണ് അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശ്രീ ജയപ്രഭാഷ്, അദ്ദേഹം കേരള സർവകലാശാലയുടെ PVC ആയിരുന്നു, രാഷ്ട്രമീമാംസ അധ്യാപകൻ, ചിന്തകൻ, എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പ്രശസ്തനാണ്. ശ്രീ ഉണ്ണിരാജൻ ശങ്കർ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹവും ഇന്ത്യ ടുഡേ, പാട്രിയറ്റ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ വളരെ ശ്രദ്ധേയമായ നിലയിൽ ദേശീയ രംഗത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ്. നമുക്ക് ഇവരുമായുള്ള സംവാദം ആരംഭിക്കാം. രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകനല്ലാത്ത പ്രഭാഷ് സാറിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. അങ്ങ് തന്നെ ഉദ്ധരിക്കാറുള്ള MP നാരായണപിള്ളയുടെ ഒരു കഥയുണ്ട്. ഒരാൾ ഒരു കത്തെഴുതുന്നു. അപ്പോൾ കത്തെഴുതി കഴിഞ്ഞ് ഒപ്പിടാൻ നേരത്ത് അദ്ദേഹം പേര് മറന്നു പോവാണ്. ആ പേര് മറന്നുപോയ ആൾ കണ്ണാടി നോക്കി ആരാണെന്ന് മനസ്സിലാക്കി, ഞാൻ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കി ഒപ്പിടുന്ന ഒരു കഥ ഈ മാധ്യമ വിമർശനവുമായി ബന്ധപ്പെട്ട് തന്നെ അങ്ങ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ കണ്ണാടി ആവേണ്ട മാധ്യമങ്ങൾ ആരാണ് തല്ലിപ്പൊട്ടിക്കുന്നത്? എനിക്ക് തോന്നുന്നത് മൂന്ന് രീതിയിൽ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഭരണകൂടം അല്ലെങ്കിൽ ഭരിക്കുന്നവർ, അവർക്ക് മാധ്യമങ്ങളെ മാധ്യമങ്ങൾ എന്ന കണ്ണാടി, മാധ്യമങ്ങളുടെ കണ്ണാടി എന്നതിനേക്കാൾ മാധ്യമങ്ങൾ എന്ന കണ്ണാടി തല്ലിപ്പൊട്ടിക്കാൻ അവർക്ക് ഔത്സുക്യമുണ്ട്. കാരണം വാക്കുകളാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ പറയാറുണ്ട്, പുസ്തകങ്ങൾ വാക്കുകളിൽ നിന്നാണ് രൂപപ്പെടുന്നതെന്ന്. വാക്കുകളിൽ നിന്ന് സെൻറ്റൻസിൽ നിന്ന് പുസ്തകവും എന്ന് പറയുന്നത് പോലെ ജനാധിപത്യവും വാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. വാക്കിൽ നിന്ന് ആശയങ്ങളും, ആശയ സംഘർഷമായി ജനാധിപത്യം മുന്നോട്ട് പോകുന്നു. സ്വയം നവീകരിക്കാനുള്ള ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം. അപ്പോൾ വാക്കിനെ ഭയക്കുന്നു എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഇറ്റാലോ കാൽവിനോ അദ്ദേഹം പണ്ട് പറഞ്ഞത്, ഈ വാക്കുകളെപ്പോലെ അദ്ദേഹം വളരെ സരസമായിട്ടാണ് പറഞ്ഞത്, വാക്കുകളെ ഇത്രയധികം ബഹുമാനിക്കുന്ന പോലീസ് സ്റ്റേറ്റിനെ പോലെ വാക്കുകളെ ഇത്രയധികം ബഹുമാനിക്കുന്ന മറ്റൊന്നുമില്ല എന്നദ്ദേഹം വളരെ സർക്കാസ്റ്റിക്കായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഭരണകൂടം ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വാക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകളെ ഭയക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമ്മൾ ധരിക്കുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ ഭരണകൂടത്തെ സൃഷ്ടിക്കുകയും ജനങ്ങൾ പരമാധികാരം കൈവശം വയ്ക്കുകയും, പരമാധികാരം എന്ന് പറഞ്ഞാൽ വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള പോയിൻ്റാണ്, എങ്കിൽ നിൽക്കട്ടെ, സൈദ്ധാന്തികമായി എങ്കിലും പറഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ പരമാധികാരം അവരിൽ നിലനിർത്തുന്നു. അപ്പോൾ ദൈനംദിന കാര്യങ്ങൾ നോക്കുവാൻ, അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കി നടത്തുവാനും, നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തെ ഏൽപ്പിക്കുന്നു. പക്ഷേ ഭരണകൂടം പലപ്പോഴും കരുതുന്നത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ പരമാധികാരം തങ്ങളിലേക്ക് വന്നു എന്നും, അതുകൊണ്ട് പലപ്പോഴും TV ചർച്ചകളിലൊക്കെ അഭിലാഷ് മോഹൻ്റെ തന്നെ TV ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഞങ്ങളെ ജനങ്ങളെ തിരഞ്ഞെടുത്തതാണ്, അപ്പോൾ പരമാധികാരം ഞങ്ങളിലേക്ക് വരുന്നെന്നും, എന്ന് മാത്രമല്ല തങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ ജനതയെ സൃഷ്ടിക്കാനുള്ള ശ്രമവും ആണ് അവർ നടത്തുന്നത്. പുതിയൊരു ജനതയെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ പുതിയ ജനതയെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അവരുടെ വരിയിൽ നിൽക്കുന്ന ഒരു ജനതയെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഇവാൻ പാവ്ലോവ് റഷ്യയിലെ നൊബേൽ സമ്മാനം കിട്ടിയ പിശകുരനാണ്. അപ്പോൾ അദ്ദേഹം നായ്ക്കളുടെ സ്വഭാവം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തുകയും, പാവ്ലോവിൻ്റെ നായക് എന്ന പ്രയോഗം തന്നെ ഉണ്ടല്ലോ, പാവ്ലോവ്സ് ഡോഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് മനസ്സിലാക്കിയ ലെനിൻ 1919 അദ്ദേഹത്തിൻ്റെ ലബോറട്ടറി സന്ദർശിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ തിരക്കി, നായ്ക്കളെ എങ്ങനെയാണ് സ്വഭാവം നിയന്ത്രിക്കുന്നത്. അപ്പം ഞങ്ങൾക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, ജനങ്ങളുടെ സ്വഭാവം എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം. അപ്പോൾ പാവ്ലോവ് ചോദിക്കുന്നു, അങ്ങ് ഉദ്ദേശിക്കുന്നത് റഷ്യയിലെ ജനങ്ങളുടെ സ്വഭാവത്തെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന കാര്യമാണോ? അതെ, തീർച്ചയായും അത് തന്നെയാണ്. ഞങ്ങൾക്ക് വിപ്ലവാനന്തര കാലഘട്ടത്തിൽ റഷ്യയിലെ ജനങ്ങളുടെ സ്വഭാവം എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞ്, അപ്പോൾ അതുപോലെ തന്നെ ജനങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതിനിടയ്ക്ക് കയറി വന്നിട്ട് ഇതാണ് അങ്ങയുടെ മുഖം വളരെ മോശമായിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങ് നഗ്നനാണ് എന്ന് പറയുന്നത്. യെസ്, ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ ഇന്ത്യ ജനാധിപത്യങ്ങളുടെ മാതാവാണ്, ഏറ്റവും വലിയ ജനാധിപത്യമാണ്. പക്ഷേ ഇന്ത്യ ഈ റിപ്പോർട്ടർ സാൻസ് ഫ്രോണ്ടിയേഴ്സിൻ്റെ കണക്കനുസരിച്ചിട്ട് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 162ാം സ്ഥാനത്തുമാണ്. അപ്പോൾ ജനാധിപത്യം വളരെ ആരോഗ്യകരമായ ഉള്ള ഇടത്ത് മാധ്യമ സ്വാതന്ത്ര്യം അതിനനുസരിച്ച് വേണ്ടതാണ്. ജനാധിപത്യം ചുരുങ്ങുമ്പോഴാണല്ലോ മാധ്യമ സ്വാതന്ത്ര്യം ചുരുങ്ങുക. അപ്പോൾ മാധ്യമങ്ങൾ എന്ന കണ്ണാടി ഇങ്ങനെ ഈ തരത്തിൽ ചളുങ്ങിപ്പോവാൻ എന്തായിരിക്കും കാരണം? അഭിലാഷ്, നമ്മളിന്ന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബഹുജന മാധ്യമങ്ങൾ, മാസ് മീഡിയ എന്ന് വിവക്ഷിക്കുന്ന ആ സ്ഥാപനം ഇതിനൊരു 500 വർഷത്തെ ചരിത്രമാണ് ഏറെക്കുറെ ഉള്ളത്. ഒരു സജീവമായ മാസ് ബഹുജന മാധ്യമങ്ങൾ എന്നുള്ള രീതിയിൽ വന്നതിന് ശേഷം, പക്ഷേ ഈ 500 വർഷത്തിന് ശേഷം ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 500 വർഷത്തിലും മാധ്യമങ്ങൾക്ക് കൈവരിക്കാനാവാത്ത തരത്തിലുള്ള ഒരു സാന്നിധ്യവും സ്വാധീനവും മാധ്യമങ്ങൾക്ക് ഇന്ന് കൈവരിച്ചിരിക്കുകയാണ്. നമ്മുടെ തലമുറയാണ് അത് നേരിട്ട് കാണുന്നത്. കാരണം പണ്ടൊക്കെ ഒരു പത്രം അല്ലെങ്കിൽ റേഡിയോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാന്തങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതാനും നിമിഷം മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസം ഇന്ന് ഈ പുതിയ സാങ്കേതിക വിദ്യയുടെയും ഒക്കെ മറ്റും കാരണങ്ങളും കൊണ്ട് 24 മണിക്കൂറും മനുഷ്യരുടെ സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ നല്ല സ്വാധീനമോ കെട്ട സ്വാധീനമോ എന്നുള്ളത് ചർച്ചാ വിഷയം. പക്ഷേ സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അവരറിയാതെ തന്നെ സ്വാധീനിക്കുന്നു. അവരുടെ മൂല്യബോധത്തെ പല രീതിയിലും സ്വാധീനിക്കുന്നു. നല്ലതേത് കെട്ടതേതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനോ അവരെ സ്വാധീനിക്കാൻ, ഇങ്ങനെ ഒരു വലിയ സാന്നിധ്യം മാധ്യമങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ലാത്ത പോലെ ഇന്നുണ്ട്. മാധ്യമങ്ങൾ തുടക്കം മുതൽ നടത്തിയിരുന്ന ഒരു മത്സരം സമയത്തിനും ദൂരത്തിനുമെതിരെയാണ്. എത്രയും വേഗം എത്രയും ദൂരെ നിന്ന് വാർത്തകൾ എത്തിക്കാമോ അതാണ് മാധ്യമങ്ങളെ 500 വർഷവും ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്ന ഒരു ഗൈഡിങ് ഫോഴ്സ് എന്നുള്ള പറയുന്ന ഈ ഒരു പ്രഷറാണ്. പറഞ്ഞ പോലെ മുമ്പ് വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ എന്താണ്, ഒരു നിമിഷം ആ നിമിഷം ലോകത്തിൻ്റെ ഏത് മൂലയിൽ നടക്കുന്നത് ലോകം മുഴുവൻ എത്തുന്നു. അപ്പോൾ ഈ മത്സരത്തിൽ നാം മാധ്യമങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഈ റേസ് അഗൻസ്റ്റ് ടൈം ആൻഡ് സ്പേസ് അത് മത്സരിച്ചു. ഇതെല്ലാം ഒരു വശം. പക്ഷെ മറുവശം എന്താണ്? മറുവശത്ത് ഈ 500 വർഷത്തിലും ഇല്ലാത്ത പോലെ മാധ്യമങ്ങൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നു. ആ പ്രതിസന്ധി ഒരു വിശ്വാസ്യതയുടെ പ്രതിസന്ധിയാണ്, ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ്. എല്ലാ പ്രധാനപ്പെട്ട പഠനങ്ങളും കാണിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മാധ്യമങ്ങൾ ഇത്രയും വിശ്വാസ്യത നഷ്ടമായ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇതൊരു പരസ്പര വിരുദ്ധമായിട്ടൊരവസ്ഥയാണ്, ഒരുതരം പാരഡോക്സ് ആണെന്ന് പറയാം. കാരണം ഒരു വശത്ത് ഇങ്ങനെ അതെന്തുകൊണ്ടാണ്? അതിന് പല കാരണങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ആന്തരികമായുള്ള കാരണങ്ങളുണ്ട്, ബാഹ്യമായ കാരണങ്ങളുണ്ട്. ബാഹ്യമായ കാരണങ്ങളിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, നേരത്തെ പ്രഭാഷ് പറഞ്ഞ പോലെ ഭരണകൂടങ്ങളുടെ സമ്മർദ്ദങ്ങൾ, വിപണിയുടെ സമ്മർദ്ദം, മൂലധനത്തിൻ്റെ സമ്മർദ്ദം, സാങ്കേതികവിദ്യയുടെ സമ്മർദ്ദം, ഇതെല്ലാം കാരണം ഒരുതരം റാറ്റ് റേസ്, ഒരു വലിയ ഓട്ടപ്പന്തയത്തിലാവുമ്പോൾ ആ ഓട്ടപ്പന്തയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മറുവശത്ത് ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവിടെ മാധ്യമങ്ങളുടെ തന്നെ ഈ ശരി തെറ്റുകളെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ തന്നെ നിലപാടുകളിൽ വ്യത്യാസം വരുന്നു. മാധ്യമങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത പോലെ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ഭരണകൂടവുമായിട്ടോ അല്ലെങ്കിൽ ഭരണകൂടം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രമായിട്ടോ അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ഭൂരിപക്ഷ മതത്തിനും അനുകൂലമായിട്ടോ ഒക്കെ ചേർന്ന് നിൽക്കാൻ ഒരിക്കലും ഇല്ലാത്ത പോലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പത്രാധിപന്മാരും പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ സമീപകാല ഓർമ്മയിൽ നമുക്ക് ഏറ്റവും ഇരുണ്ട കാലം എന്ന് വിളിക്കാവുന്നത് അടിയന്തരാവസ്ഥയാണ്.
പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് പത്രങ്ങളെല്ലാം എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. പക്ഷേ അതൊരു ഭയപ്പാടിൻ്റെയോ അല്ലെങ്കിൽ വലിയ പത്രമാരണ നിയമങ്ങളെ ഭയന്നോ ജയിലിൽ പോകുന്ന ഭയന്നോ. പക്ഷേ ഇന്ന് മറ്റൊരു രീതിയിൽ സ്വതന്ത്ര സ്വകാര്യ മാധ്യമങ്ങൾ പോലും സ്വയം സന്നദ്ധമായി ഒരു സ്വയം സന്നദ്ധ സംഘമായിട്ട് ഈ ഭരണകൂടത്തിനും മാധ്യമങ്ങൾക്കും അവരുടെ പ്രത്യയശാസ്ത്രത്തിനും വിടുപണി ചെയ്യുന്ന ഒരു സ്വഭാവം. ഇതൊരു വിചിത്രമായിട്ടുള്ളൊരവസ്ഥയാണ് എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. അവസാനത്തെ പോയിന്റ്, ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ലിബറൽ ജനാധിപത്യമാണ് നമ്മളുടെ, അതാണ് ശരി എന്ന് പറയുകയാണെങ്കിൽ ആ ജനാധിപത്യത്തിന് ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെടും തൂണായിട്ട് തന്നെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ മാധ്യമങ്ങളെ അതിൻ്റെ എല്ലാ കുഴപ്പവും, ജനാധിപത്യത്തിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ജനാധിപത്യത്തിൻ്റെ കുഴപ്പങ്ങൾക്ക് പരിഹാരം കൂടുതൽ ജനാധിപത്യമാണെന്നും നമുക്കറിയാം. അതുപോലെ മാധ്യമങ്ങൾക്കും ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മാധ്യമങ്ങളെ ഡീലെജിറ്റിമൈസ് ചെയ്തുകൊണ്ടോ റദ്ദാക്കിക്കൊണ്ടോ അല്ല. മാധ്യമങ്ങളെ കൂടുതൽ വിചാരണ ചെയ്യേണ്ടതുണ്ട്, സാമൂഹ്യ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്, ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. പക്ഷേ കൂടുതൽ സ്വാതന്ത്ര്യവും ഒരു ബഹുസ്വരതയ്ക്കുള്ള അവസരവും ലഭിക്കുന്നതിന് പകരം ഇന്ന് ഭരണാധികാരികൾ ചെയ്യുന്നത്, കേരളത്തിലോ ഇന്ത്യയിലോ ലോകമാകെയല്ല, പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഡെസ്പോട്സ് എന്ന് പറയുന്ന ഭരണാധികാരികൾ ചെയ്യുന്നത് നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെ പൂർണ്ണമായിട്ടും റദ്ദാക്കുകയോ അരിക്കാക്കുകയോ അല്ലെങ്കിൽ അവരാവശ്യമില്ലാത്തവർ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുതൽ ഇങ്ങേ അറ്റം ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി വരെയുള്ളവർ കാണിക്കുന്നത് ഈ മാധ്യമങ്ങളെ മുഴുവൻ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക, മാധ്യമങ്ങൾക്ക് പകരം അവരുടെ ഈ മോണോലോഗുകൾ നടത്തുക. മൻ കി ബാത്ത് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ ഇങ്ങനെ. കാരണം ഒരു തരത്തിലും മാധ്യമങ്ങളുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ നടത്താൻ, പ്രത്യേകിച്ച് ഈ ജനാധിപത്യത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്ന അമിതാധികാരികൾക്ക് താല്പര്യമില്ലാത്ത ഡൊണാൾഡ് ട്രംപും നമ്മൾ ലോകം മുഴുവൻ കാണുന്നതാണ്. അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ളൊരു ദശാസന്ധിയിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഇതിൽ ആരാണ് കുറ്റക്കാർ, ആരാണ് തിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ അത് മാത്രമാണ് ചർച്ചാ വിഷയം, തർക്ക വിഷയം. തീർച്ചയായും അതൊരു സങ്കീർണമായ കാര്യമാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള അച്ചടി മാധ്യമമായി എണ്ണപ്പെടുന്ന ഒരു മാധ്യമമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ അതിൻ്റെ എഡിറ്റോറിയൽ ഹെഡിൻ്റെ പൊസിഷനിൽ നിന്ന് ഈ സെനാരിയോയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോഴത്തെ മാധ്യമങ്ങളെ ഗോദി മീഡിയ എന്ന് വിളിച്ചത് ഹിന്ദിയിലെ ഏറ്റവും പോപ്പുലറായ മാധ്യമ പ്രവർത്തകനായ രവീഷ് കുമാറാണ്. അദ്ദേഹം NDTV വിട്ടിറങ്ങി സ്വന്തം സംരംഭം തുടങ്ങുകയാണ്. അങ്ങനെ പല മാധ്യമ പ്രവർത്തകർ, ഔട്ട്ലുക്കിൻ്റെ എഡിറ്ററായിരുന്ന റൂബൻ ബാനർജിയാണ് ഇന്ത്യയിൽ എഡിറ്റർമാരെ മിസ്സാവുകയാണ്, എഡിറ്റർ മിസ്സിംഗ് എന്നൊരു പുസ്തകം എഴുതിയത്. അപ്പോൾ എഡിറ്റർമാരില്ലാത്ത ഈ തരത്തിൽ അധികാരത്തിൻ്റെ മടിയിലിരിക്കുന്ന മാധ്യമങ്ങളായി മാറുന്ന മാധ്യമങ്ങൾ തന്നെയാണോ ഈ കണ്ണാടി ഉടച്ചത്? ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അഭിലാഷ് ആദ്യം പറഞ്ഞ കാര്യം, ഈ ഒരു ഡീലെജിറ്റിമൈസ് ചെയ്യുന്ന, ക്രെഡിബിലിറ്റി തകർക്കുന്ന, വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ സഹായിക്കുന്ന രീതിയിലൊരു ക്യാമ്പയിന്, അത് പല തലങ്ങളിൽ മീഡിയക്കെതിരെ നടക്കുന്നുണ്ട്. അതൊരു ഗ്ലോബലായിട്ടുള്ളൊരു കാര്യമാണ്. അത് MGR പറഞ്ഞ പോലെ ഈ ഡൊണാൾഡ് ട്രംപ് എപ്പോഴും ഫെയിലിംഗ് ന്യൂയോർക്ക് ടൈംസ് എന്നാണ് പറയുക. ന്യൂയോർക്ക് ടൈംസ് പറയില്ല, എപ്പോഴും ഫെയിലിംഗ് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയാം. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ വായനക്കാരനും ഇന്ത്യൻ വായനക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഫെയിലിംഗ് ന്യൂയോർക്ക് ടൈംസ് എന്ന് ട്രംപ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ന്യൂയോർക്ക് ടൈംസിൻ്റെ സർക്കുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ട്രംപ് പോകുമ്പോഴേക്കും 2,50,000 കോപ്പി സബ്സ്ക്രിപ്ഷൻ, ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻ കൂടി. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കാനുള്ളൊരു സാധ്യത ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിനൊരു ബേസിക് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ ജേർണലിസത്തിൻ്റെ റവന്യൂ മോഡൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ, മനസ്സിലാവാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മീഡിയയുടെ വിശ്വാസ്യത തകർക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ശ്രമം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാര്യമൊന്നുമല്ല. അതിൻ്റെ സ്കെയില് കൂടിയിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയുടെ അവരുടെ പോരാളികൾ അതിന് സഹായിച്ചിട്ടുണ്ടാവും. പക്ഷേ പണ്ടേ തൊട്ടുള്ള കാര്യമാണ്. അത് ചെറിയ രീതിയിലൊക്കെ ചെയ്തിരുന്നു, ഇപ്പോൾ അത് വലിയ രീതിയിൽ ചെയ്യുന്നു. അതിന് ഒരുപാട് ടൂൾസ് അവരുടെ കയ്യിലുണ്ട്, പണ്ടില്ലാത്തത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ നിങ്ങളെ തകർക്കാനുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മാസ് സ്കെയിൽ ശ്രമത്തിനുള്ള ടൂൾസ് അവരുടെ എല്ലാ ഗവൺമെൻറ്റുകളുടെയും അവരുടെ ട്രോൾ ആർമികളുടെയും കയ്യിലുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫോട്ടോ അടിച്ചു അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് അടിച്ചു ഉടനെ തന്നെ ആപ്പ് സ്റ്റോറിൽ പോയി നിങ്ങളുടെ റേറ്റിംഗ് താഴ്ത്തി 5-ൽ നിന്ന് 1 ആക്കുക. അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊക്കെ പല രീതിയിലും പല തലങ്ങളിലും ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും ചെയ്തിട്ടില്ല. അവരുടെ ബേസിക് കാര്യം എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ചോദ്യം ചോദിക്കുന്നത്, ആ ചോദ്യം ചോദിക്കുന്ന എല്ലാവരെയും തകർക്കുക എന്നുള്ള ഒരു ഭരണകൂടങ്ങളുടെ പൊതു സ്വഭാവമാണ്. പ്രഭാഷ് സാർ പറഞ്ഞ പോലെ ഈ
പേഴ്സണൽ എക്സ്പീരിയൻസ് പറയണം. ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ച കാര്യം, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തോളൂ, നല്ല കാര്യമാണ്, നിങ്ങൾ ഈ കറപ്ഷനൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, പക്ഷേ പത്രത്തിൽ അടിക്കണേക്കുമ്പോൾ നമ്മളോട് പറഞ്ഞോളൂ, നമ്മൾ ശരിയാക്കിക്കോളാം, നിങ്ങളെന്തിനാ പത്രത്തിൽ അടിക്കണേ. അപ്പോൾ ഈ ജേർണലിസം എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുക, അസ്വസ്ഥത ഉണ്ടാക്കുക, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഡെമോക്രസിയിൽ നമുക്ക് അധികാരം തന്നിട്ടില്ലല്ലോ ജനങ്ങൾ, ഇപ്പോൾ നമ്മൾ ചെയ്തോളൂ, നിങ്ങളെന്തിനാ നിനക്ക് ഇതിനെ ചോദ്യം ചോദിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ പണ്ട് കാലത്ത് ഇന്ത്യൻ മീഡിയയിൽ ഇപ്പോൾ 1992 രാധാകൃഷ്ണൻ ഞാനൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഇന്ത്യ ടുഡേയിൽ ഗുജറാത്തി എഡിഷൻ ഇറങ്ങിയതിൻ്റെ 2 മാസം കഴിഞ്ഞിട്ടാണ് ബാബറി മസ്ജിദ് തകർപ്പെട്ടത്. ഉടനെ ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് അവരുടെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസലാക്കി. നേഷൻ ഷെയിം എന്നാണ് പത്രത്തിൻ്റെ തലക്കെട്ടിരുന്നത്. അത് കണ്ടോടുകൂടി ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടുള്ള ഗുജറാത്തികൾ, ആയിരക്കണക്കിന് ആളുകൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ടും പത്രം അന്ന് നയം മാറ്റിയിട്ടൊന്നുമില്ല, അന്ന് അങ്ങനെ പോയി. പക്ഷേ ഇന്ന് പല മീഡിയകളും ഈ മീഡിയയുടെ റവന്യൂവും ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ ഈ ടി വി മീഡിയയുടെ, പ്രത്യേകിച്ച് നാഷണൽ ടി വി മീഡിയയുടെ ഒക്കെ ഒരുപാട് റവന്യൂ ആയിട്ട് ബന്ധമുണ്ട് ഗവൺമെൻറ്റിൻ്റെ. പിന്നെ പല പത്രമാധ്യമങ്ങളുടെയും ഉടമസ്ഥർ പത്രം മാത്രമല്ല ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, മൈനിങ്, ഹോട്ടല് എല്ലാം അവനുള്ള ഇഡിക്കോ CBIക്കോ കടന്ന് കയറാവുന്ന ഒരുപാട് മേഖലകളുണ്ട് അവരുടെ ബിസിനസ്സിൽ. അപ്പോൾ ഈ പത്രം എന്തിനാണ് അവർ കൊണ്ടു നടത്തുന്നത്? അത് ജേർണലിസ്റ്റിന് വേണ്ടിയിട്ടാണോ, അതോ അവരുടെ ഒരു പവറിൻ്റെ ഒരു ടൂളായിട്ടാണോ? അപ്പോൾ അങ്ങനെയുള്ള പത്രങ്ങൾ എങ്ങനെയാണ് ജേർണലിസം ചെയ്യാനുള്ള അവരുടെ സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ നാഷണൽ മീഡിയ പലതും ഗോതി മീഡിയ ആയി പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ ഒന്ന്, ഗവൺമെൻറ്റിനെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവില്ലായ്മ, 2 നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മുടെയൊക്കെ മാധ്യമപ്രവർത്തനം എത്ര ഇൻഡിപെൻഡൻ്റ് ആയാലും പത്ര മുതലാളി അനുവദിക്കുന്ന ഫ്രീഡത്തിന് അപ്പുറത്തേക്കൊന്നും നമുക്ക് ആർക്കും മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റില്ല. അതൊരു റിയാലിറ്റിയാണ്, എല്ലാ റൊമാൻറ്റിസിനും അപ്പുറത്തുള്ള റിയാലിറ്റിയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് അതോറിറ്റീസ്, ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന പൈസ, ഇതൊക്കെയാണ് ഗോതി മീഡിയ ആകാൻ സഹായിച്ചതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അവിടെ പ്രഭാഷ് സാർ, ശരിക്കും ഇപ്പോൾ മാധ്യമങ്ങൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരർത്ഥത്തിൽ വിശ്വാസ്യത നഷ്ടം നേരിടുമ്പോൾ നിശ്ചയമായും അത് ജനാധിപത്യത്തെ ശോഷിപ്പിക്കും. അതുപോലെ തന്നെ മീഡിയ പാർട്ടിസാനായാൽ അതും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തില്ലേ? ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ചിയർ ലീഡർമാരാവുകയാണ് മാധ്യമങ്ങളെങ്കിൽ അത് ജനാധിപത്യത്തിന് ഗുണമല്ലല്ലോ. അപ്പോൾ മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് മാധ്യമങ്ങൾ പക്ഷപാതിത്വം കാണിക്കുന്നതും ജനാധിപത്യത്തിന് ദോഷമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഈ ബേസിക്കായിട്ടുള്ള ഇപ്പോൾ നമ്മളെ ജനാധിപത്യത്തിൽ കാണുന്ന ഒരു സംഗതി ഈ തിരുത്തൽ ശക്തികൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മാധ്യമത്തെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ്, അല്ലെങ്കിൽ എനിക്കതിനേക്കാളും മാധ്യമങ്ങളെ തൃക്കണ്ണെന്ന് വിളിക്കാനാണ് താല്പര്യം. കാര്യം ഈ 2 കണ്ണുകൊണ്ടും 2 ചെവി കൊണ്ടും കാണാനും കേൾക്കാനും പറ്റാത്തതിനെ കാണിക്കുന്ന ഒരു സാധനമാണല്ലോ ഈ തൃക്കണ്ണെന്ന് പറയുന്ന ഒരു സാധനം. കാരണം ഈ 4ാം തൂണെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു തൂണില്ലെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കത്തൊന്നുമില്ല. 3 തൂണിലൊക്കെ നിൽക്കാവുന്നതേ ഉള്ളൂ ജനാധിപത്യത്തിന്. നമ്മളിപ്പോൾ ഒറ്റ തൂണിൽ, ആർക്കിടെക്ചറൊക്കെ നോക്കിയാൽ ഒറ്റ തൂണിലാണ് ഇപ്പോൾ എല്ലാം നിർത്തുന്നത്. അപ്പോൾ പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നിൽക്കും. അപ്പോൾ ഈ തിരുത്തൽ ശക്തി എന്നുള്ളതാണ് ഈ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഒന്ന് നോക്കൂ, നമ്മൾ ജനാധിപത്യത്തിൽ മൊത്തം നോക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ കറക്റ്റീവ് ഫോഴ്സസ് എന്നുള്ള ഒരു സാധനം ഇല്ലാതാകുന്നു. ഒരു പക്ഷേ ഡിക്ഷണറികളിൽ കറക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന വാക്കുകൾ തന്നെ നാളെ അപ്രത്യക്ഷമായെന്നിരിക്കാം. കാരണം ആരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ വാക്കുകൾ സ്വയം അപ്രത്യക്ഷമാകുമല്ലോ. അപ്പോൾ ഈ കറക്റ്റീവ് ഫോഴ്സസ് എല്ലായിടത്തും പോകുന്നു. മാധ്യമം ഒരു കറക്റ്റീവ് ഫോഴ്സ് അല്ലാതെ ചില സന്ദർഭങ്ങളിലാണ്, ഞാൻ എല്ലാ സന്ദർഭങ്ങളിലും മാധ്യമം കറക്റ്റീവ് ഫോഴ്സ് അല്ലെന്നുള്ളതല്ല, എല്ലാത്തിനും കുഴപ്പമുണ്ട്. ഇപ്പോൾ രാധാകൃഷ്ണൻ ഇവിടെ ഈ ട്രസ്റ്റ് ഡെഫിസിറ്റിൻ്റെ കാര്യം സൂചിപ്പിക്കേണ്ട മാധ്യമങ്ങളുടെ, നമ്മളുടെ സമൂഹം നേരിടുന്ന പ്രശ്നമാണ്, നമ്മുടെ ജനാധിപത്യം നേരിടുന്ന പ്രശ്നമാണ് ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈ പ്യൂ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തിയ ഒരു ജനാധിപത്യത്തെക്കുറിച്ച് നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക്, ഇപ്പോൾ പാർലമെൻ്റ് ആകാം, അല്ലെങ്കിൽ ജുഡീഷ്യറി ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാകാം, ഒക്കെ തന്നെ ഈ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാധ്യമങ്ങളും നേരിടുന്ന ട്രസ്റ്റ് ഡെഫിസിറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ടീച്ചിങ് പ്രൊഫഷൻ, അവിടെയും ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന ഈ വിശ്വാസ്യത, ആ ഒരു ചോർച്ച, ആ വിശ്വാസ്യ ചോർച്ച മാധ്യമങ്ങളിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. അല്ലാതെ മാധ്യമങ്ങളിൽ മാത്രമായി ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് അല്ല, മൊത്തം സമൂഹങ്ങൾ, പൊതുസമൂഹത്തിലുണ്ടാകുന്നത്, എല്ലാ പ്രൊഫഷനിലും ഉണ്ടാകുന്നത്, ഡെമോക്രസിയിലുണ്ടാകുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നോക്കി, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ തിരുത്തൽ ശക്തി ഇല്ലാതാകുന്നു,
രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ തിരുത്തൽ ശക്തി ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ ഒരു നമ്മൾ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതാകുന്നു. അപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതാകുമ്പോൾ ഒരു നേതാവിലേക്ക് അധികാരം ഒരു നേതാവിലേക്ക് അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമ്മൾ വളരെ തമാശയ്ക്കോ രസകരം എന്തോ ഒക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, രാവണൻ്റെ കാര്യം പറയാറുണ്ട്. രാവണന് 10 കാലുണ്ട്, 10 കൈയുണ്ട്. പക്ഷേ രാവണൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 10 തലയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ തീരുമാനം എടുക്കുന്നത് 10 തലകളാണ്. 10 കാലും 10 കൈയും ഉണ്ടെങ്കിൽ 10 തലകളാണ് തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ നേരെ തിരിച്ച് വേറൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 5 ലക്ഷം കൈകളും അത്രയും കാലുകളും ഒരു തലയുമുള്ള ഒരു വികൃത ജീവിയെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഭീകരമായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ ഈ കറക്റ്റീവ് ആയിട്ടുള്ള ഇല്ലാതെ വരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ കറക്റ്റീവ് ഫോഴ്സ് ഇല്ലാതാകുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തുന്ന ഗവൺമെൻറ്റിലും ആ കറക്റ്റീവ് ഫോഴ്സസ് ഇല്ലാതാകും. അപ്പം മുഴുവനായി സംഭവിക്കുന്ന, നമ്മുടെ സൊസൈറ്റിയിൽ മുഴുവനായി സംഭവിക്കുന്ന ഒരു മൂല്യശോഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ 1940-കളിലൊക്കെ ആയപ്പോൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ ഗാന്ധിജി രാഷ്ട്രീയം വിട്ടിട്ട് രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഏതാണ്ട് 25 മുതൽ അദ്ദേഹം തുടങ്ങി. 40-കളായപ്പോൾ അദ്ദേഹം കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം കരുതിയത് ശരിയുമാണ്, ആദ്യത്തെ ബട്ടൺ നേരെ വീണാൽ ഉടുപ്പിൻ്റെ ഷർട്ടിൻ്റെ ബാക്കി ബട്ടൺസ് എല്ലാം നേരെ വീഴുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. നമ്മളിവിടെ ആദ്യത്തെ ബട്ടൺ നേരെ ഇട്ടെങ്കിൽ ബാക്കിയുള്ള ബട്ടൺസ് എല്ലാം തെറ്റിപ്പോയി. അപ്പോൾ മൊത്തം സമൂഹം നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി. അതിൽ ഷെംജിയാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റിനെ നേരിടുന്നുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തണം എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? നമ്മുടെ പ്രേക്ഷക സമൂഹം പോളറൈസ്ഡ് ആണ്, അവർക്ക് മുൻവിധികളുണ്ട്. ഇപ്പം മനോരമയിൽ ഇങ്ങനെ വരൂ, അല്ലെങ്കിൽ വിനു വി ജോൺ ഇങ്ങനെയേ പറയൂ. ഇത് ഈ പറഞ്ഞ ഓഡിയൻസിൻ്റെ പ്രജുഡീസ് അവിടെ നിൽക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കായോട്ടിക്കായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക? വാസ്തവത്തിൽ വലിയ വെല്ലുവിളിയാണ് മാധ്യമ മാധ്യമങ്ങൾ നേരിടുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഈ മാധ്യമങ്ങൾക്ക് ഒരു കാലഘട്ടം വരെ സ്വതന്ത്രമായ നിഷ്പക്ഷമായ മാധ്യമങ്ങൾക്ക് സമൂഹം ഒരു ബഹുമാന്യത നൽകിയിരുന്നു എന്നുള്ളൊരു സംശയം. അതിന് മാത്രമേ ബഹുമാന്യത നൽകിയിരുന്നു. അതുകൊണ്ടാണ് പാർട്ടി എത്ര വലുതായാലും പാർട്ടിയുടെ മാധ്യമങ്ങൾക്ക് പ്രചാരമില്ലാത്തത്. ഇപ്പോൾ കേരളത്തിലെടുത്താൽ ടെലിവിഷൻ ചാനലെടുത്താലും പത്രങ്ങളെടുത്താലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ, കാരണം വളരെ പ്രെഡിക്റ്റബിളാണ് എന്താണ് ഈ പാർട്ടിയുടെ, ഈ നേരത്തെ അഭിലാഷ് പാർട്ടിസാൻ എന്ന് പറഞ്ഞ പോലെ ഈ പത്രം അല്ലെങ്കിൽ ഈ ടെലിവിഷൻ ചാനൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ പാർട്ടിയുടെ അനുഭാവികൾ പോലും കൂടുതൽ പുറത്തെന്തൊക്കെ പറഞ്ഞാലും കൂടുതൽ താല്പര്യത്തോടെ വായിക്കുന്നത് മറ്റു പത്രങ്ങളാണ്. അപ്പോൾ അതിന് കാരണം പത്രങ്ങൾക്ക് അതിൻ്റേതായ പത്രങ്ങളുടെ ഒരു ഓട്ടോണമി എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള ഇതിനിടയിലും ഉണ്ടായിരുന്നു, ഒരു സോൺ ഉണ്ടായിരുന്നു. ആ സോണിൽ വിശ്വാസ്യത എന്ന് പറയുന്നത് നിഷ്പക്ഷം ആയിട്ട് ഒരു പരിധിവരെയെങ്കിലും നിഷ്പക്ഷമായി നിൽക്കുന്ന പത്രങ്ങൾക്കായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മുടെ വർത്തമാന കാലത്ത് വളരെ വിചിത്രമായൊരു മാറ്റം കാണുന്നത് ഇപ്പം നമ്മുടെ കുറ്റങ്ങൾക്ക് സമൂഹത്തിൻ്റെ പുറത്ത് ആണെന്ന് ചിലപ്പോൾ മാധ്യമ വിമർശകർ പറഞ്ഞിരിക്കാം. പക്ഷേ സമൂഹത്തിൽ തന്നെ ഒരു വലിയ, നേരത്തെ പറഞ്ഞൊരു ചേരിതിരിവ് വന്നതോടുകൂടി ഇന്ന് സമൂഹം സത്യമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് മാധ്യമങ്ങളിൽ വരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിചിത്രമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉണ്ണി നേരെ ഗുജറാത്തിലെ നാഷണൽ ഷെയിം ആണെന്ന് പറയുന്ന പത്രങ്ങൾ നിർത്താൻ. അപ്പോൾ വാസ്തവത്തിൽ അന്ന് മുതൽ തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ രീതി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പക്ഷപാതിയായ മാധ്യമങ്ങൾക്ക് വലിയ പ്രചാരം സിദ്ധിക്കുന്ന ഒരു വിചിത്ര കാലമാണിത്. നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോൾ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് പക്ഷം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അയാൾക്കും യാതൊരു മറവുമില്ല. തുറന്ന് തന്നെയാണ് പക്ഷപാതിയായ, ഹിന്ദുത്വ അനുഭാവിയായ, എല്ലാം രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും. പക്ഷേ ഇന്നും ഇംഗ്ലീഷ് ചാനലുകളിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ചാനലുകളിൽ ഒന്നോ അല്ലെങ്കിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് തന്നെയാണോ എന്ന് എനിക്ക് ലേറ്റസ്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. എത്രയോ കാലമായിട്ട് അങ്ങനെയാണ്. ഇതൊരു വളരെ വിചിത്രമാണ്. ഇത് മുമ്പുണ്ടായിരുന്നില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ദൂരദർശനും ആകാശവാണിയും ഒക്കെ പക്ഷപാതിയായെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കണ്ടു. പക്ഷേ അതൊക്കെ തിരസ്കരിച്ചിരുന്നു ജനം. പക്ഷേ ഈ പുതിയ കാലം, ഈ സത്യാനന്തര കാലത്തിൻ്റെ പ്രത്യേകത സത്യമല്ല, എൻ്റെ വിശ്വാസമാണ് ശരി, സത്യം എന്തായാലും ആയിക്കോട്ടെ, ഞാൻ ആ പക്ഷത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. ഇത് ഏറ്റവും ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സമയത്ത് എനിക്കുണ്ടായ വ്യക്തിപരമായ അനുഭവം ശബരിമല കാലമാണ്. ശബരിമല പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നമുക്ക്
അഭിലാഷനും എനിക്ക് നല്ലോണം അറിയാം എങ്ങനെയാണ് പൂർണ്ണമായും നഗ്നമായ പക്ഷപാതം പുലർത്തിയിരുന്ന ഒരു ടെലിവിഷൻ ചാനൽ മറ്റെല്ലാ ചാനലുകളെയും മറികടന്ന് മുന്നോട്ട് വന്നിരുന്നതെന്ന്. എന്തുകൊണ്ടാണത്? ആ സത്യമാണോ ആ ചാനൽ പറയുന്നതല്ല, പക്ഷേ സമൂഹത്തിലെ ഒരു ബഹുഭൂരിപക്ഷത്തിന് ഒരു പുതിയ മൂല്യവ്യവസ്ഥ, അവർക്കൊരു പുതിയ കോമൺ സെൻസ് വന്നിരിക്കുകയാണ്. അവരുടെ ഇതാണ് ശരി. അപ്പോൾ ഇതൊരു പുതിയ, അത് പണ്ട് സൈദ്ധാന്തികർ പറഞ്ഞിട്ടുണ്ട്, ഈ ഹെജിമണി എന്ന് പറയുന്ന സിദ്ധാന്തം ഒരു വലതുപക്ഷ ഭൂരിപക്ഷ മത ഹെജിമണി ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ നിലവിലുണ്ട്. അത് കേരളത്തിൽ അടക്കം നിലവിലുണ്ട്. രാഷ്ട്രീയമായി അവർക്ക് ഗുണമുണ്ടായോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു കാര്യം, മറ്റൊരു കാര്യം. പക്ഷെ ആ ഹെജിമണിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ സത്യത്തെക്കാളും നിഷ്പക്ഷതയെക്കാളും ആധികാരികതയെക്കാളും പ്രധാനം തങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്, അത് മതി എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. ആ മത്സരത്തിൻ്റെ സമയത്ത് ശബരിമല കാലത്ത് കഴിവതും ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈൻ എടുക്കണം എന്ന് നിലപാട് സ്വീകരിച്ചിരുന്നവരാണ് ഞങ്ങളുടെ ചാനൽ. കാരണം ഇത് നിങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഭരണഘടനയുടെ കാര്യമോ അപ്പോൾ സ്ത്രീ പുരുഷ സ്വാതന്ത്ര്യമോ ഈ പ്രശ്നം കൂടെ ഞങ്ങൾ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കും. അല്ലാതെ ഒരു പക്ഷമാണ് ശരി, മറുപക്ഷമാണ്. പക്ഷെ അന്ന് വാസ്തവത്തിൽ ആ മത്സരത്തിൻ്റെ കൊടും ചൂടിൽ വാസ്തവത്തിൽ പിടിച്ചു നിൽക്കാൻ പെട്ട പാട് നമുക്കറിയാം. ഒരു വർഷം കൊണ്ട് ആ മൂവ്മെൻറ്റ് അവസാനിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം വരികയും ഡൈല്യൂട്ട് ചെയ്യുകയും ചെയ്യാതെ നമുക്ക് വ്യാഴാഴ്ച റേറ്റിംഗ് വരുമ്പോൾ തറയിൽ കിടന്ന് ഉരുളുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇവിടെ 2ാം സ്ഥാനത്ത് വന്നത് ആ ചാനലാണ്. ആരെയാണ്? മനോരമയും മാതൃഭൂമിയും തോൽപ്പിച്ചുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് കടന്നു വന്നത് ഒരു പൂർണ്ണമായും പക്ഷപാതിയായ ഒരു ചാനലാണ്. ആ ചാനൽ പക്ഷപാതമാണ്. പിന്നെ അവരുടെ അവരുടെ എന്താ പറയുക, ഒരു അറ്റത്തെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ്. പരസ്യക്കാരുടെ സമ്മർദ്ദം, മാർക്കറ്റിങ്ങിൻ്റെ സമ്മർദ്ദം, പുറത്തുനിന്നുള്ള കുടുംബങ്ങളുടെ സമ്മർദ്ദം, ബന്ധുക്കളുടെ, സ്ത്രീകളുടെ, പുരുഷന്മാരുടെ, കുടുംബ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ദൈവവിരുദ്ധമായിട്ടുള്ള മതവിരുദ്ധമായിട്ടുള്ള നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത്? ഈ ഒരു വലിയ സന്ദിഗ്ധമായിട്ടുള്ളൊരവസ്ഥയിൽ നിലനിന്ന് പോയത് ആ ഒരു വർഷം കൊണ്ട് ശബരിമല സമരം തീർന്നു പോയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുമായിരുന്നു. ഒന്നുകിൽ ഞങ്ങളുടെ പണിയെല്ലാം നഷ്ടപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ഇതല്ല ഒരു പക്ഷപാതിയായ സമൂഹം. അപ്പോൾ സമൂഹത്തിനെ കുറ്റപ്പെടുത്തുകയില്ല. എല്ലാ കാലത്തും ഒരു സമൂഹത്തിൽ മേധാവിത്വം പുലർത്തുന്ന രാഷ്ട്രീയ പിന്നെ വിശ്വാസങ്ങളുടെയും മൂല്യവിശ്വാസങ്ങളുടെയും ഒരു ഒപ്പമാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. 50കളിൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിൻ്റെ കാലത്ത് ഇംഗ്ലീഷ് ജേർണലിസത്തിൽ മിക്കവാറും 60-70%, 80% വലുത് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകളായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ 90കൾ മുതൽ കാണുമ്പോഴേക്കും 90കൾ മുതൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള മുതലാളിത്തത്തിന് അനുകൂലമാണ് മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും. ചർച്ചകളിലെല്ലാം കോർപ്പറേറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബഡ്ജറ്റ് വന്നാൽ വേറെ ആർക്കും അഭിപ്രായം പറയേണ്ട, CIIയുടെ ചെയർമാൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ, അങ്ങനെയൊക്കെയുള്ളവർ. ഇത് കഴിഞ്ഞ് നമ്മൾ 2000ലേക്ക് വരുമ്പോൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് മതാഭിമുഖ്യമല്ല, മതത്തിനോട് പൂർണ്ണമായിട്ടും കൂറ് പുലർത്തുന്ന, ഒരു മതത്തിനോട് പൂർണ്ണമായും കൂറ് പുലർത്തുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. അപ്പോൾ ആ സമൂഹത്തിലെ ഈ മാറ്റങ്ങളുടെ സ്വാഭാവികമായിട്ടൊരു പ്രതിഫലനമായിരിക്കാമെങ്കിലും ഇങ്ങനെ സത്യം സമൂഹത്തിൽ നിന്ന് തന്നെ ഭീഷണി നേരിട്ട ഒരു കാലമില്ല. അതുകൊണ്ട് അവിടെ ഈ കാലത്ത് മാധ്യമപ്രവർത്തകർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതാണ് ഭേദം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യമാണ് MGR പറഞ്ഞത്. ശബരിമല കാലത്ത് ഒരു 3-4 വർഷം മുമ്പത്തെ കാര്യം ഒന്ന് അത് ദേശീയ സാഹചര്യത്തിലേക്ക് മാറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. നേരത്തെ പറഞ്ഞു 1992 ഇന്ത്യയിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ബാബറി മസ്ജിദ് ധ്വംസനത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മുഖപ്രസംഗം എഴുതി. ഹെഡ്ലൈനുകൾ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഇന്ത്യയിലെ അതേ മാധ്യമങ്ങൾ ഏത് തരത്തിലുള്ള കവറേജാണ് കൊടുത്തത്, എന്ത് ഹെഡ്ലൈനാണ് കൊടുത്തത് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലുണ്ട്. അപ്പോൾ അത് ഈ പുതിയ മജോറിറ്റേറിയൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറ്റൂ, ഇങ്ങനെ നിന്നാലേ ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റൂ എന്ന മാധ്യമങ്ങളുടെ തിരിച്ചറിവിലാണ്. ഇനി ഒരു എഡിറ്റർക്ക് ഒരു തിരുത്ത് കൊടുക്കാൻ കഴിയാത്ത വിധം ഇന്ത്യൻ മീഡിയ മാറിയിട്ടുണ്ടോ? ഈ ഇന്ത്യൻ മീഡിയ മാറിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ യാതൊരു അംശമില്ല, ഇന്ത്യൻ മീഡിയ മാറിയിട്ടുണ്ട്. അത് ഈ MGR പറഞ്ഞ ഒരു ഫാക്റ്റ് ഉണ്ട്. ഈ ആളുകൾ ഈ വായനക്കാരൻ വാർത്തയെ നിയന്ത്രിക്കുന്ന വളരെ പണ്ട് ഒരു ന്യൂസ് റൂമിൽ ഇരുന്നിട്ട് ഇതാണ് വാർത്ത എന്ന് ന്യൂസ് റൂം തീരുമാനിക്കുകയാണ്. ഇപ്പം അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രാക്ഷൻ, റിയാക്ഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഈ ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ ഇതൊരു ഗ്ലോബൽ ഫിനോമിന. ഇത് വളരെ വൃത്തികെട്ട രീതിയിൽ ഇന്ത്യയിൽ കാണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ ഫിനോമിന. നമ്മൾ ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ന്യൂയോർക്ക് ടൈംസിൽ
ഒരു ഈ 2,50,000 കോപ്പി കൂടാനുള്ള കാരണം അത് ട്രംപ് വിരുദ്ധർ വായിക്കുന്ന ഒരു പത്രമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ പത്രത്തിൽ അങ്ങനത്തെ വാർത്തകൾ മാത്രം മതി എന്നുള്ള രീതിയിലുള്ള ഒരു പത്രാധിപ ബോർഡിൻ്റെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ഫോക്സ് ആണ് നമ്പർ 1 ചാനൽ. അതെ, അപ്പോൾ അതിനുള്ളൊരു കൗണ്ടറാണിത്. അപ്പോൾ ഒപ്പീനിയൻ പേജിലെ ഒരു ടോം കോട്ടൺ എന്ന് പറഞ്ഞ റിപ്പബ്ലിക്കൻ സെനറ്ററുടെ ഒരു പീസ് എഴുതി അടിച്ചു. അപ്പോൾ അത് ചെയ്ത ഒപ്പീനിയൻ എഡിറ്റർ അവർ സാക്ക് ചെയ്തു. കാരണം അത് നമ്മുടെ പത്രത്തിന് ചേർന്ന സാധനമല്ല എന്ന് തോന്നുന്നുണ്ടാണ്. അപ്പോൾ നമ്മുടെ പത്രത്തിന് ഇങ്ങനെയുള്ള റീഡേഴ്സ് മതി. അപ്പോൾ അമേരിക്ക ആകുമ്പോൾ ഇത്രയും വലിയ രാജ്യമാണ്, ഒരുപാട് കാശുള്ള മനുഷ്യന്മാരുണ്ട്, ലിബറൽസ് ആൻഡ് ഡെമോക്രാറ്റ്സ് ഹാവ് ഇനഫ് മണി ടു പേ. അപ്പോൾ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ അങ്ങനെ ഒരു റവന്യൂ മോഡൽ പോലും ഇല്ല. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, വായിക്കുന്നു, തെറി വിളിക്കുന്നു, അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല RSSൻ്റെ പത്രം പോലെ ആളുകൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയില്ല. അപ്പോൾ ഈ ഇന്ത്യയിലെ മീഡിയ മാറിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഈ പലപ്പോഴും ഗവൺമെൻറ്റിന് അപ്പാരൻ്റ്ലി TV ചാനലുകൾ വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട് ഇത്രക്ക് വേണ്ടെന്ന്. ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടതെന്നുള്ള അവർ മനസ്സിലാലോചിച്ച് അതിൻ്റെ അപ്പുറമാണ് ചെയ്യണത്. ഹിന്ദു മുസ്ലിം പറഞ്ഞ് ഗവൺമെൻറ്റിന് സാധനം കൈവിട്ട് പോകുമെന്ന് പേടി വന്നിട്ട് വിളിച്ച് പറഞ്ഞാൽ ഇത്രക്ക് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇപ്പോൾ ഗവൺമെൻറ് എന്താഗ്രഹിക്കുന്നു അത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ബോധത്തിൽ നിന്നാണ് ഒരു ഭൂരിഭാഗം മീഡിയ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ നിന്നൊരു മോചനം ഉണ്ടോ എന്ന് വെച്ചാൽ അത് പറയില്ല. ഇപ്പം നമ്മളെ ഈ ചെറിയ ഇതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഐലൻഡ്സിന് എത്രമാത്രം സർവൈവൽ പോസിബിലിറ്റി ഉണ്ട്. ഇത് വലിയൊരു ഡെമോക്രസിയാണ്. ഒരുപാട് ജനങ്ങൾ പത്രം വായിക്കുന്നുണ്ട്, ഒരുപാട് പുതിയ തലമുറ ഇതിനപ്പുറം കണ്ട് ഇതിനപ്പുറമാണ് പത്രപ്രവർത്തനം എന്ന് തിരിച്ചറിയാനുള്ള കഴിവുള്ള തലമുറ വരുന്നുണ്ട്. അവരൊക്കെ പത്രങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പത്രങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഗവൺമെൻറ്റിനെ നോക്കി പത്രപ്രവർത്തനം നടത്തുന്നവരാണ് ഭൂരിഭാഗം. അവിടെ പ്രഭാഷ് സാർ, ഇപ്പോൾ ഇവിടെ മാധ്യമ പ്രവർത്തകർ തന്നെ നിലവിലെ മാധ്യമ രീതികളെ വിമർശിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വളരെ സംഘടിതമായ ആക്രമണം നേരിടുന്നുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കും. ഇവിടെ അങ്ങ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, മാപ്രകൾ എന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ വിളിക്കാറ്. അപ്പോൾ അത് കൃത്യമായി എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ പറയുന്നതോ മാധ്യമപ്രവർത്തകർ പറയുന്നതോ ഒന്നും വിശ്വസിക്കേണ്ടതില്ല. ഇവർ വിശ്വാസ്യത ഇല്ലാത്തൊരു കൂട്ടരാണ്. അപ്പോൾ ഇവരെന്ത് വിമർശനം ഉന്നയിച്ചാലും അത് അവരുടെ പക്ഷപാതിത്വം കൊണ്ടായിരിക്കുമെന്ന് വരുത്തുക എന്നൊരു അജണ്ട കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈറ്റ് റോപ്പ് വാക്കാണ്. ഇത് രണ്ട് വശത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴുള്ള മാധ്യമ പ്രവർത്തനത്തെ പുറത്തുനിന്ന് താങ്കൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ മാധ്യമങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് വാസ്തവം തന്നെ, രണ്ട് ഭാഗത്തു നിന്നും നേരിടുന്നു. പക്ഷേ ഞാനിതിനെ ഒരു പോസിറ്റീവ് നോട്ടിൽ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്, നേതി എന്ന് പറയുക എന്നുള്ളത്, അത് ഇതല്ല എന്ന് പറയുവാനുള്ള ഒരു ബാധ്യത സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്തേ പറ്റൂ. ഇപ്പോൾ അഭിലാഷിനറിയാം, ഇപ്പോൾ ഞാനും ചില ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ പിന്നെ ചിലർ ടെലിഫോണിൽ വിളിച്ച് എനിക്ക് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നൊക്കെ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഇത്രയും പ്രായമായി എന്ന് ഞാൻ അറിയുന്നത് ഈ കിഴവന് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ അതിനകത്ത് എഴുതുമ്പോൾ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ എഴുതി കഴിഞ്ഞാൽ താഴത്തെ കമൻറ്റ് ഞാൻ സാധാരണത്തിൽ കാണാറില്ല, കമൻറ്റ് നോക്കാറില്ല. കാരണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും, നമുക്ക് പിന്നെ ലേഖനം എഴുതാൻ പറ്റാതെ വരും. അപ്പോൾ എന്നിരുന്നാലും നമ്മളങ്ങ് എഴുതുകയാണ്. എന്നിരുന്നാലും നമ്മുടെ അച്ഛനെയൊക്കെ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ല സന്തോഷമുള്ളൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയും നമ്മൾ ഇത് പറയുമ്പോഴും ഞാനെപ്പോഴും കണക്കാക്കുന്നത്, ഞാൻ ഒരു അധ്യാപകനായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുറേ പിള്ളേർ ഇങ്ങനെ കുറേ മൂല്യബോധമായിട്ടൊക്കെ ഇവിടെയൊക്കെ ഈ റോഡിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുഖം ഓർമ്മ വരുമ്പോൾ എനിക്ക് എഴുതാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അവർ നാളെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ നേരെ തിരിച്ചൊരു എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ശബരിമല പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനും ഒരു പൊസിഷൻ എടുത്ത് അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം എഴുതുകയും അതിൻ്റെ പേരിൽ ഒരുപാട് തെറിവിളി കേൾക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിന് അങ്ങനെ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയൊക്കെ നിലപാട് മാറ്റിയെങ്കിൽ പോലും നമുക്ക് ആ നിലപാട് മാറ്റാൻ പറ്റത്തില്ല. കാരണം എനിക്ക് നിലപാട് മാറ്റാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം എൻ്റെ ഈ വൃത്തികെട്ട പിള്ളേരാണ്, ഞാൻ ഈ പഠിപ്പിച്ച ഈ പിള്ളേരാണ്. അവരെന്നോട് പിന്നെ റോഡിലൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മൊബൈലൊക്കെ ഉണ്ടായതുകൊണ്ട് വിളിച്ച് ചോദിക്കും, സാർ അങ്ങനെ ഒരു ലേഖനം എഴുതിയില്ല, അത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ധരിക്കുന്നത് നമ്മൾക്കൊരു പൊസിഷൻ വേണം. അത് മാധ്യമപ്രവർത്തകർക്ക്, ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറുടെ ഇത് കാണും എന്ന് ഞാൻ പറയുകയല്ല. ആ ലിമിറ്റേഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ട് നിൻ്റെ എല്ലാ ബലഹീനതയോടും കൂടി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അതിനുള്ളിൽ നിന്നുകൊണ്ട്
നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ രാധാകൃഷ്ണൻ പറയുണ്ടായ സത്യാനന്തര കാലഘട്ടം, ഇപ്പോൾ ആൾക്കാർ പറയുന്നത് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരാണ് അത് നിങ്ങളൊക്കെ. ഞങ്ങൾ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ പറയാം പനാമ കനാൽ 1941 ഓപ്പൺ ചെയ്തതെന്ന് പറയാം. പക്ഷേ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർ പറയും അത് 1914 അത് ഓപ്പൺ ചെയ്തതെന്ന് പറയും. അത് അവരുടെ അവകാശം, ഇത് ഞങ്ങളുടെ അവകാശം. അപ്പോൾ നമ്മളുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാനുള്ള നമ്മളുടെ അവകാശം, മറ്റവരുടെ അവകാശത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. അവർക്ക് ഹൃദയമുണ്ട്, ഹൃദയത്തിൽ ചെയ്തുകൊട്ടെ. പക്ഷേ നമ്മൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാനുള്ള അതിതല്ല എന്ന് പറയാനുള്ള ആ ഉത്തരവാദിത്വമെങ്കിലും, അത് തെറ്റാണെന്ന് പറയുന്നില്ല, അവിടെ വരുമ്പോഴാണല്ലോ പ്രശ്നം. പക്ഷേ ഇതല്ല എന്ന് പറയാനുള്ള സ്പേസ് ഇപ്പോഴും മാധ്യമപ്രവർത്തകർക്കും ഇപ്പോൾ എന്നെപ്പോലെ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നേതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഷെംജിയാർ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വലിയ മീഡിയ ഹൗസസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രഷറിൻ്റെ സാഹചര്യം നിശ്ചയമായിട്ടുണ്ട്. അത് ഭരണകൂടത്തിൽ നിന്നുള്ള പ്രഷറും അവരുടെ ഈ പറഞ്ഞ അഡ്വർടൈസേഴ്സിൽ നിന്നുള്ള പ്രഷറും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഇന്ത്യൻ ടെലിവിഷനിലെ തുടക്കക്കാരായ പല ആളുകളും വലിയ സ്ഥാപനങ്ങൾ വിട്ട് ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ഇപ്പോൾ പ്രണോയ് റോയ് ഡീകോഡർ തുടങ്ങുന്നു, ശ്രീനിവാസൻ ജെയിൻ, ബർക്ക ദത്ത് തുടങ്ങി ഒരുപാട് പേർ ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഹൗസസ്, രവീഷ് കുമാർ ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഹൗസസ് തുടങ്ങുകയാണ്. അവിടെ സ്വാഭാവികമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ പ്രയോജനം അവിടെ എടുക്കുന്നു. ഈ പറഞ്ഞ പ്രഷറും കുറവായിരിക്കും. അതൊരു മാതൃകയാവുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നമ്മുടെ മുമ്പിലുള്ള പരിമിതമായിട്ടുള്ള സാധ്യതകളുടെ മുമ്പിലുള്ള ഒരു സാധ്യത തന്നെയാണ്. പക്ഷേ അതൊരു മാസ് മീഡിയ എന്നുള്ള ഒരു റോൾ ജനാധിപത്യത്തിനെ നിലനിർത്തുന്നത് ഇങ്ങനെ എല്ലാ കാലത്തും കലാപകാരികളായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ടായിട്ടുണ്ട്. പിന്നെ അധികാരത്തെ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒക്കെ ഈ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മൂല്യബോധത്തെയും ദിശാബോധത്തെയൊക്കെ സ്വാധീനിക്കാൻ അവർക്ക് ഈ അരികുകളിൽ നിന്നുള്ള പ്രവർത്തനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ബർഖ ദത്ത് NDTVയിലുണ്ടായിരുന്ന ബർഖ ദത്ത് എവിടെ നിൽക്കുന്നു? സ്വന്തമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് മോജോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ബർഖ ദത്ത് എവിടെ നിൽക്കുന്നു? രവീഷിൻ്റെ സ്വാധീനം, രവീഷ് NDTVയിലുണ്ടായിരുന്ന പോലത്തെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് 12 ലക്ഷം മറ്റാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു അടിസ്ഥാനപരമായ മാറ്റത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ ഒരുപക്ഷെ ഇവർക്കൊരു പതാകാവാഹകരായി മുമ്പിൽ നിൽക്കാൻ പറ്റും. പക്ഷേ ബേസിക് ആയിട്ടുള്ള മാറ്റം വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മുഖ്യധാരയിൽ തന്നെയുള്ള മാറ്റങ്ങൾ കൂടെ മാത്രമേ ആ മാറ്റങ്ങൾ വരികയുള്ളൂ. തീർച്ചയായിട്ടും ഇവരൊക്കെ ഇപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി 20-ാം നൂറ്റാണ്ട് ആദ്യം ഒറ്റ വ്യക്തിയായിട്ട് നിന്നപ്പോഴേക്കും ഒരു വലിയ സംഘം പത്രപ്രവർത്തകരും പത്രമാധ്യമങ്ങളും മറുപക്ഷത്തായിരുന്നു. ആ മറുപക്ഷത്തിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും ഓർമ്മിക്കുന്ന, ചരിത്രത്തിൽ ഓർമ്മിക്കുന്ന സ്വദേശാഭിമാനിയാണെങ്കിലും ആ സമൂഹത്തിൻ്റെ ആ സമയത്തെ രാഷ്ട്രീയ സാമൂഹ്യ ധാരണകളെ വലിയ തോതിൽ സ്വാധീനിച്ചത് മറ്റ് മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലുള്ള മാറ്റം എന്ന് പറയുന്നത് വരാതെ ഈ വലിയ മാറ്റമുണ്ട്. തീർച്ചയായിട്ടും ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രഭാഷനെ പോലെയുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിലും ഇല്ലാത്ത പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എനിക്കോ ഒരു പക്ഷേ ഒരു ലേഖനം എഴുതാം, ഒരു പ്രസംഗം നടത്താം, അതൊരു പ്രശ്നമല്ല. പക്ഷേ ഉണ്ണിയെപ്പോലെ ഒരു സ്ഥാപനം നടത്തുന്ന സ്ഥാപനത്തിൻ്റെ തലവന് ആ സ്ഥാപനത്തിൻ്റെ മൊത്തം റവന്യൂ മോഡലുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ ഒറ്റപ്പെട്ട ഞങ്ങളെപ്പോലെ പ്രഭാഷനെ പോലെ പരിധി വിട്ടാൽ നരേന്ദ്ര ദാബോൽക്കറും കൽബുർഗിയും ഒക്കെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടായികൊന്നുമില്ല. അങ്ങനെ ഒരു സ്വതന്ത്രനായിട്ട് ജീവിക്കാമെന്നൊന്നും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. പക്ഷേ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ റവന്യൂ മോഡലിന്, കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ ശബരിമല കാലത്ത് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട പരസ്യദാതാക്കൾ, ചില സ്ഥാപനങ്ങൾ തന്നെ പരസ്യം തരാൻ പോകുന്നില്ല എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ആരും അങ്ങനെ തുറന്നങ്ങനെ പറയുമെന്ന് പോലും ഞങ്ങൾ ധരിച്ചിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് പരസ്യം തരില്ല, കാരണം നിങ്ങൾ ഹിന്ദു വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താണ് പോംവഴി? തീർച്ചയായിട്ടും ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഈ മാധ്യമങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും പ്രധാനപ്പെട്ട കാരണം ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള മത്സരമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. എല്ലാ പക്ഷപാതങ്ങളുടെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ എന്നാലും ഈ പുതിയ സാങ്കേതിക വിദ്യ നമുക്ക് പുതിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ വയറിനെ പോലെയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ ക്വിൻറ്റിനെ പോലെയും ഒക്കെ നിലനിൽക്കാൻ കഴിയുന്ന ചില മാധ്യമങ്ങൾ വാസ്തവത്തിൽ ഈ കാലത്ത് നമുക്കൊരാശ്വാസമാണ്. അതാണ് ഒരു പക്ഷേ ഇരുണ്ട തുരങ്കത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു വെളിച്ചത്തിൻ്റെ ചെറിയ അംശം. പക്ഷേ ആ വെളിച്ചം ചെറുത് മാത്രമാണ്. പക്ഷേ എന്നാലും
ഒരു ഇൻകൊറിജിബിൾ ഓപ്റ്റിമിസ്റ്റ് എന്ന നിലയിൽ ഈ സമയവും കടന്നു പോകും എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമില്ല. തീർച്ചയായിട്ടും ഓഡിയൻസിനുള്ള സമയമുണ്ട്. അതിന് മുമ്പ് അവസാനത്തെ ചോദ്യമാണ്, എൻ്റെ ഭാഗത്തു നിന്നുള്ള അവസാനത്തെ ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ളൊരു സാഹചര്യമുണ്ട്. ആ ലൈറ്റ് വളരെ പരിമിതമായ നിലയിലേ ഉള്ളൂ. പക്ഷെ നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ന്യൂസ് ലോണ്ടറിയിൽ വന്നൊരു ആർട്ടിക്കിൾ പറയുന്നത് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ഭരണകക്ഷി നേതാക്കൾക്ക് ജേർണലിസ്റ്റുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനേക്കാളും പ്രിഫറൻസ് യൂട്യൂബ് ചാനലുകൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ആങ്കേഴ്സിന് ഇൻ്റർവ്യൂ കൊടുക്കാനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് ആദ്യത്തെ പടി എന്നുള്ള നിലയിൽ യൂട്യൂബേഴ്സിൻ്റെ ഒരു യോഗം BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അഭിപ്രായ രൂപീകരണ ശക്തി എന്നുള്ള നിലയിൽ നേരത്തെ 4ാം തൂണ് എന്നൊക്കെ പറഞ്ഞിരുന്ന മാധ്യമങ്ങളുടെ റോൾ പരിമിതപ്പെടുന്നുണ്ടോ? അതിനു മുമ്പ് ബ്രീഫ്ലി ഞാൻ 2 കാര്യം പറയാം. അതിനു മുമ്പ് ഒന്ന്, ഈ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അത് നമ്മൾ പലപ്പോഴും നമ്മൾ ഇൻറ്റേർണലി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മളെ മാപ്ര എന്നോ ഇതൊക്കെ വിളിക്കുമ്പോൾ, പ്രസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ വിളിക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന ജേർണലിസം ശരിയാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. അത് എല്ലാ ദിവസവും നമ്മൾ ചോദിക്കണം. നമ്മൾ ഫെയർ ആണോ? ട്രൂത്ത് എന്ന് വെച്ചാൽ നമുക്ക് പറയാം എൻ്റെ ശരി നിൻ്റെ ശരി എന്ന് പറയാം. പക്ഷെ നമ്മൾ ഫെയർ ആണ്. നമ്മൾ സ്റ്റോറി ചെയ്യുമ്പോൾ അത് നമ്മൾ ഫെയർനെസ് ഉണ്ട്. നമ്മൾ മറ്റാളുടെ വേർഷൻ ചോദിക്കുന്നുണ്ടോ? തെറ്റാണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്ത് മാപ്പ് ചോദിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ആദ്യം ചോദിക്കണം. നമ്മൾ ഒരുപാട് കാലം ഇന്ത്യയിൽ കലക്റ്റീവായിട്ട് മീഡിയ പലപ്പോഴും ചെയ്യാണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ക്രെഡിബിലിറ്റിക്ക് കുറച്ച് കുറവ് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ രാധേഷൻ പറഞ്ഞ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ. അപ്പോൾ അത് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് മീഡിയ, ചെറിയ മീഡിയകളൊക്കെ ഭയങ്കര ഹോപ്പാണ്. പക്ഷെ നമ്മൾ ഈ മെയിൻ സ്ട്രീം മീഡിയ ഒരുപാട് കാശുള്ള പരിപാടിയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നീഡ്സ് എ ലോട്ട് ഓഫ് ക്യാപിറ്റൽ. ഒരു 15 ആൾ ഒരു മാസം ഒരു ചോദ്യമൊക്കെ ചെയ്ത് കിട്ടാവുന്ന ഒരു സ്റ്റോറിയൊന്നും ഒരു ഇൻഡിപെൻഡൻറ്റ് മീഡിയക്ക് ചെയ്യാൻ പറ്റില്ല. 1-2 ആളുകൾക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒപ്പീനിയൻ പറയാം, ചെറിയ കാര്യങ്ങൾ പറയാം. പക്ഷേ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയുടെ ബാക്കിങ് വേണം. അപ്പോൾ അത് കൂടുതൽ മെയിൻ സ്ട്രീം മീഡിയ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ത്യയിൽ ജേർണലിസം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അഭിലാഷ് ചോദിച്ചിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തകരാറ്. ഈ ഇങ്ങനത്തെ മെയിൻ സ്ട്രീം മീഡിയ ജേർണലിസം ചെയ്യാണ്ടാവുമ്പോൾ ചെറിയ മീഡിയകൾക്ക് മാത്രം സ്പേസ്, അവർ മാത്രം അത് പുഷ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള ക്യാപിറ്റൽ ഇല്ലാണ്ടുള്ളത്. അതിനെ സഹായിക്കാൻ ഇന്ത്യയിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വളർന്നു വരിക എന്നുള്ളതാണ് അവിടെ ഒരു ഹോപ്പ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദേ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ജേർണലിസം. ഈ അത് ഈ ഫിനോമിനൻ പണ്ടേ തുടങ്ങിയിട്ടുള്ള ഈ മോണോലോഗിൻ്റെ അടുത്തതാണ്. എനിക്ക് ആഗ്രഹിക്കുന്ന, ഞാൻ മാങ്ങ പിഴിഞ്ഞാണോ കുടിക്കുന്നതെന്ന് ചോദിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സിനെയാണല്ലോ ജേർണലിസ്റ്റിക് ഇൻ്റർവ്യൂസിനേക്കാളും ഗവൺമെൻറ്റുകൾക്ക് താല്പര്യം. അപ്പോൾ ഇതൊരു പാറ്റേണാണ്. അപ്പോൾ ഈ ജേർണലിസം ഇല്ല, എനിക്ക് മീഡിയ വേണ്ടാന്നാണല്ലോ മിക്കവാറും ഭരണകൂടങ്ങളുടെ ഇപ്പോഴത്തത്. ഞാൻ നേരിട്ട് സംസാരിക്കുന്നു, നേരത്തെ പ്രഭാഷ് പറഞ്ഞാൽ നേരിട്ട് സംസാരിക്കുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ പറയുന്നു. വൈ ആർ യു ദർ? യു ആസ്ക് മീ അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ മോഡൽ. പിന്നെ ഹോപ്പ് ഇങ്ങനെ വെക്കുക എന്നുള്ളതാണല്ലോ. നമ്മൾ അതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. നമുക്കിനിയും അവരെ അൺകംഫർട്ടബിളായ ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരൊരിക്കലും പുറത്തു വരാൻ ആഗ്രഹിക്കാത്ത സ്റ്റോറികൾ നമ്മൾ പുറത്തു കൊണ്ടുവരിക. അങ്ങനെയുള്ള ശ്രമങ്ങളാണല്ലോ ജേർണലിസം. തീർച്ചയായും ഇനി ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. എൻ്റെ ചോദ്യം ആർക്ക് വേണേലും ആൻസർ ചെയ്യും. ഇപ്പോൾ ഉണ്ണി സാർ പറഞ്ഞൊരു പോയിന്റിൽ നിന്നാണ് ഞാൻ കടമെടുത്ത് ചോദിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഞാൻ ബേസിക്കലി വളരെയധികം അപ്സെറ്റായിരുന്നു. എനിക്ക് സമൂഹ മാധ്യമത്തിൽ പ്രതികരിക്കണം എന്നുമുണ്ടായിരുന്നു. ഞാനത് ചെയ്തു. അൾട്ടിമേറ്റ്ലി ഞാനത് ഇന്ത്യൻ സെക്യുലറിസം അന്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റാണ് ഞാൻ ഇടുന്നത്. ഞാനൊരു ജേർണലിസം സ്റ്റുഡൻ്റാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ടാണ് ചോദ്യം. അതായത് അറ്റ് ദ സെയിം ടൈം എനിക്ക് പ്രതികരിക്കണം എന്നുമുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ സാറ് പറഞ്ഞൊരു പോയിന്റ്, മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്നാണ് മാറ്റം ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു കൂടുതൽ മാറ്റം പ്രകടമായി കാണുക എന്നുള്ളത് ഉണ്ണി സാറും അതിനെ പോയിന്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് എൻ്റെ പ്രതികരണം ഭാവിയിൽ, ഇപ്പോൾ ഞാൻ ജേർണലിസ്റ്റ് ആവാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, നാളെ ഒരു കാലത്ത് മെയിൻ സ്ട്രീം മീഡിയയിലൂടെ എൻ്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്ത് കേൾപ്പിക്കാനുള്ള ഒരു സാധ്യതയെ ഇന്ന് ഞാൻ പ്രതികരിക്കുന്നത് കുറയ്ക്കുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, എനിക്ക് വേണ്ടപ്പെട്ടവരോടും എൻ്റെ കുടുംബത്തിലുള്ളവരടക്കം എന്നോടത് പറയുകയുണ്ടായി. ആ ഒരു ഭയത്തെ എന്നെപ്പോലെയുള്ള മാധ്യമ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? ശരി, ആരോടാണ് ചോദ്യം? ആർക്ക് വേണമെങ്കിലും ആൻസർ. അശ്വിൻ്റെ ഉത്കണ്ഠ വളരെ ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ വെളിപ്പെടുത്തുന്നതോടുകൂടി ഈ നിങ്ങൾ കൂടുതൽ എന്താ പറയുക ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ ഈ തരം പ്രതിസന്ധികൾ നേരിട്ട്
പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇപ്പോൾ അശ്വിൻ പറഞ്ഞ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ചിന്താഗതിയാണ് ഇന്ന് മേധാവിത്വം വഹിക്കുന്നത് ദേശീയ തലത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അശ്വിനെ പോലെയുള്ള ഒരു നിലപാടുള്ള ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ ഈ കാലഘട്ടത്തിൽ, ഒരുപക്ഷെ നാളെ മാറിക്കൂടാന്നില്ല, ഇന്ന് പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ അല്പം മടിക്കും. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടെങ്കിൽ ആ സ്വന്തമായിട്ടുള്ള നിലപാടുകളൊന്ന് മാധ്യമത്തിൻ്റെ പൊതു സ്വഭാവത്തിനനുസരിച്ചേ പ്രവർത്തിക്കാവൂ. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പാർട്ടിസാനാവുകയും പക്ഷപാതിയാവുകയും അതിനൊരു കൃത്യമായ ഒരു സ്വാതന്ത്ര്യത്തെ അധികാരികതയെക്കാട്ടിലും ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസത്തിനെ വ്രണപ്പെടുത്തുമോ എന്നുള്ള ഭയം കാരണം ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിന് ചിലപ്പോൾ അശ്വിൻ്റെ ഈ പറഞ്ഞ നിലപാടുള്ള അശ്വിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനൊരു സ്വതന്ത്ര മാധ്യമങ്ങളുടേതായ, ഒരു സമാന്തര മാധ്യമങ്ങളുടേതായ ഒരു വലിയ ലോകം തുറന്നു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ് മൂലവും മറ്റ് പല പ്രശ്നങ്ങളും കാരണം ഇന്ന് ജനങ്ങളുടെ ജീവിതത്തിൽ സജീവമായി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് മീഡിയയുടെ, സെർച്ച് എൻജിൻസ് അടക്കമുള്ള ഒരു വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലി. അതേ സമയത്ത് മുഖ്യധാരാ മാധ്യമങ്ങളിലെ പത്രങ്ങളുടെയും ടെലിവിഷൻ ചാനലുകളുടെയും ഒക്കെ സ്വാധീനവും പ്രചാരവും അടിക്കടി എന്നല്ല അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ക്രൈസിസിലേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ നിലനിൽക്കാൻ പുതിയ മാർഗങ്ങൾ തേടേണ്ടി വരും എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. അന്ന് ചിലപ്പോൾ നമ്മൾ ചെയ്ത നിലപാടുകൾ മാറ്റേണ്ടി വരും, നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടി വരും, നമ്മുടെ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ബോധം വരുമ്പോൾ ചിലപ്പോൾ മാറാം. കാരണം അതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്നിപ്പോൾ ട്രഡീഷണൽ മീഡിയ അല്ലെങ്കിൽ ലെഗസി മീഡിയ എന്ന് വിളിക്കുന്ന പാരമ്പര്യ മാധ്യമങ്ങൾ ഇന്ന് അഭൂതപൂർവമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ്. നിലനിൽക്കാൻ പോലും പറ്റില്ലാത്ത പ്രചാരം കേരളത്തിൽ പോലും മലയാളം പത്രങ്ങളുടെയൊക്കെ പ്രചാരം ലക്ഷങ്ങൾ അനുസരിച്ച് ഓരോ വർഷം കൂടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മാധ്യമങ്ങളുടെ പ്രചാരം പോലും ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, സ്റ്റാഗ്നൻ്റാണ്. അപ്പോൾ അത് താഴോട്ടാണ്. ടെലിവിഷൻ ചാനലുകളുടെ സ്ഥിതിയും അതാണ്. അങ്ങനെ ലോകത്ത് നിന്ന് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ക്രമേണയായി നിഷ്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വാസ്തവത്തിൽ മാധ്യമങ്ങൾ ഒരു പുതിയ റവന്യൂ മോഡലിനെ, ഒരു പുതിയ ട്രസ്റ്റ് മോഡലിനെ ഒക്കെ കണ്ടെത്തേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും അശ്വിന് ഒരിടമുണ്ടാവും. എനിക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത് തീർച്ചയായിട്ടും പ്രവാട് സാറോട് തന്നെയാണ്. അതിൽ ഈ മാധ്യമങ്ങളെല്ലാം ഉൾപ്പെട്ട ഒരു ജനാധിപത്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ ഈ ഇന്നത്തെ കെട്ടകാലം, എനിക്ക് ആ വാക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കെട്ടകാലത്ത് നിന്ന് ഇന്ത്യൻ ജനാധിപത്യം ഏത് രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭവിക്കുക എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ആശ്വാസത്തിൻ്റെ കണിക ഉണ്ടോ? ഏത് രീതിയിലായിരിക്കും അതിൻ്റെ മാറ്റം എന്നുള്ളതാണ്. പല രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ തിയറിക്കകത്ത് പല ഇത് പഠിക്കാറുണ്ടല്ലോ, ഈ എല്ലാത്തിനും പെർവേർട്ടർ ഫോം ഉണ്ടെന്നും ഇങ്ങനെ മാറി മാറി വരുന്നതിനെക്കുറിച്ചൊക്കെ. പക്ഷെ അതിൽ എങ്ങനെയാണ് സാർ പ്രതീക്ഷിക്കുന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്, ഈ മാധ്യമങ്ങളിൽ ചില ദിവസങ്ങളിൽ വാർത്ത കേൾക്കാനേ തോന്നത്തില്ല, കാണാനേ തോന്നത്തില്ല. ഞാനും വലിയ വേറെ താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ബാർക്കിൻ്റെയൊക്കെ മറ്റേ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതാണ് ഞാൻ ചില സമയത്ത് ഇങ്ങനെ നോക്കും. അപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ സത്യസന്ധമായി അല്ലെങ്കിൽ നിഷ്പക്ഷമായി വാർത്തയെ സമീപിക്കുന്ന ഒരാൾ ചില സമയങ്ങളിൽ ഈ TV ഓണാക്കുകയില്ല, അല്ലെങ്കിൽ പത്രം വായിക്കാൻ തോന്നില്ല. ചില ദിവസങ്ങളിൽ ഈ പത്രം തന്നെ എടുത്തിട്ട് ഈ ചില പേജുകൾ മാത്രം മറിച്ച് നോക്കാനേ നമുക്ക് തോന്നാറുള്ളൂ. ചിലപ്പോൾ ഫ്രണ്ട് ന്യൂസ് തന്നെ എന്താണെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ പത്രത്തിൻ്റെ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ മാധ്യമത്തിന് ഈ ജനങ്ങളുടെ ഇടയിൽ, ഞാൻ പറഞ്ഞില്ല, ജനങ്ങൾക്ക് തന്നെ പൊതുസമൂഹത്തിന് തന്നെ ചില കാര്യങ്ങൾ വാക്കുകൾ പറയാൻ പേടിയുണ്ട്, മാധ്യമങ്ങൾക്ക് അതിലപ്പുറം പേടിയുണ്ട്. അപ്പോൾ ഈ ഒരു കുരുക്കിൽ നിന്ന് എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ രക്ഷപ്പെടുക? അത് ബാക്കി മാധ്യമ പ്രവർത്തകരും. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പ്രവാട് സാർ. എനിക്ക് തോന്നുന്നു ഈ 2 രീതിയിൽ കാണാം. ഇവിടെ രാധാകൃഷ്ണനും ഉണ്ണിയൊക്കെ പറയുകയുണ്ടായി, തുരങ്കത്തിൻ്റെ അപ്പുറത്തുനിന്ന് വരുന്നത് ഒരു ചെറിയ വെളിച്ചമാണ്. വേണമെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം, തുരങ്കത്തിൻ്റെ അപ്പുറത്ത് വെളിച്ചം കാണുന്നുണ്ട്, പക്ഷേ നമുക്കെതിരെ വരുന്ന ട്രെയിനിൻ്റെ വെളിച്ചമാണെന്ന് വേണമെങ്കിലും നമുക്ക് കരുതാം. നമുക്കെതിരെ വരുന്ന ട്രെയിൻ, അതെ വണ്ടി പിടിച്ച് ട്രെയിനിൻ്റെ വെളിച്ചമാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഞാനത് ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ ആ ചെറിയ ഒരു മെഴുകുതിരി വെട്ടം ഉണ്ട് എന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാര്യം എപ്പോഴും നമ്മളെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഭരണഘടന തന്നെ ഒരു പ്രതീക്ഷയാണ്, ഒരു പ്രോമിസാണ്. അത് നമ്മളോട് ചില വാഗ്ദാനങ്ങൾ നൽകുകയാണ്. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള ഉത്തരവാദിത്വമാണ് അത് കാലാകാലങ്ങളിൽ ഭരിക്കുന്നവർക്ക് കൊടുക്കുന്നത്. കാരണം ഭരണഘടനയുടെ പ്രശ്നം അതിന് സ്വയം
പ്രകാശിപ്പിക്കാനാവില്ല, അല്ലെങ്കിൽ സ്വയം നടപ്പിൽ വരുത്താനാകില്ല എന്നുള്ളതാണ്. അതിന് മറ്റൊരു ഇൻസ്ട്രുമെൻറ്റാലിറ്റി വേണം, മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് വേണം. ആ ഇൻസ്ട്രുമെൻ്റാണ് പിന്നെ ഈ ഭരണകർത്താക്കൾ. അതുപോലെ തന്നെയാണ് പൊതുസമൂഹവും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ജനാധിപത്യം തിരിച്ചു വരണമെങ്കിൽ ഇത് മാധ്യമങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായി നമ്മൾ കരുതുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. പൊതുസമൂഹത്തിന് ഈ ജനാധിപത്യം വേണമോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കേണ്ട സമയമായി. പണ്ട് പ്ലേറ്റോ ജനാധിപത്യത്തെ എതിർത്തുകൊണ്ട് എഴുതിയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ സോക്രട്ടീസിനെ പിന്നെ ഭരണകൂടം വധിച്ചതുകൊണ്ടാണ്. ലോകത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് സോക്രട്ടീസാണ്. അപ്പോൾ സോക്രട്ടീസിനെ വധിക്കാൻ തീരുമാനിച്ച ഒരു സിസ്റ്റം, അത് ജനാധിപത്യമല്ല. അതുകൊണ്ടാണ് പ്ലേറ്റോ അതിനെ എതിർത്തത്. അപ്പോൾ പൊതുസമൂഹം ഒരു നിലപാടെടുക്കേണ്ട കാലമായി. പൊതുസമൂഹം നമ്മൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കണമോ അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ചിന്തിക്കണമോ, അത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചിന്തിക്കണമോ എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യം ഒരു വാഗ്ദാനമാണ്. അത് ആ വാഗ്ദാനം നിറവേറ്റുവാൻ ഉള്ള സ്പേസ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. വീണ്ടും രാധാകൃഷ്ണനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാലവും മാറിയേ പറ്റൂ. അങ്ങനെയാണല്ലോ നമ്മളിവിടെ ജനാധിപത്യം ഇവിടെ വരെ എത്തിയത്. അല്ല, അത് ഈ എല്ലാ മാധ്യമങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ന്യൂസ് അവോയ്ഡൻസ്. അപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്, അച്ഛൻ ഞാൻ ഈ പത്രമൊക്കെ എന്നും വായിക്കണോ, അതോ ഈ ഇന്ന് വന്ന വാർത്ത നാളെ മാറി മറ്റന്നാൾ മാറി, അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ വായിച്ചാൽ പോരെ, ഇത് എല്ലാ ദിവസവും വായിക്കണമെന്ന് എൻ്റെ മോൻ 21 വയസ്സായ എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ഒരുപാട് മേ ബി നമ്മുടെ കാലത്ത് ഒരുപാട് പോളറൈസ്ഡായ ഒരുപാട് ഹെയ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്കൊക്കെ ഇങ്ങനെ വാർത്ത വേണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കണ ഏത് മീഡിയ സർവേ നിങ്ങൾ ഗ്ലോബലി എടുത്തു നോക്കിയാലും ഏറ്റവും വലിയ ന്യൂസ് മീഡിയയുടെ ചാലഞ്ച് ന്യൂസ് അവോയ്ഡൻസ് ആണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്, നമ്മളൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദി മെമ്പേഴ്സ്, എനിക്ക് 3 കാര്യമേ പറയാനുള്ളത്. ഫസ്റ്റ് തിങ് ആയിട്ട് രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം ചാനലുകളെ തകർക്കാനായിട്ട് കുറേ ക്ഷുദ്ര മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സ്മോൾ ടൈം ഈ സെഷന് തൊട്ട് മുമ്പുള്ളൊരു സെഷനിൽ ക്ഷുദ്ര സാഹിത്യത്തെ എങ്ങനെ അതൊരു മോണിറ്ററിങ് അതോറിറ്റി കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കുക എന്നുള്ളത് ഒന്ന്. സെക്കൻഡ് തിങ്, റേറ്റിംഗ്. എന്ത് കാണിച്ചും റേറ്റിംഗ് കൂട്ടണം എന്നുള്ള ഒരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ക്ഷുദ്ര മാധ്യമങ്ങൾ. അവരെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരു അതോറിറ്റിയുടെ കീഴിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ലെങ്കിലും ശ്രമിക്കുക എന്നുള്ളത്. തേർഡ് തിങ്, ആസ് യു സെഡ്, യൂട്യൂബിലേക്ക് ഇപ്പം ഈ മെയിൻ ഇതെല്ലാം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ. ഞാനിപ്പോൾ ഈ നമ്മുടെ മാതൃഭൂമിയിലും എല്ലാ ചാനലും മലയാളം ചാനലും ക്രൈം റിപ്പോർട്ടിങ് ശ്രദ്ധിച്ചു. പല ക്രൈമും ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നത്. അതിൽ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവർ ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടിനോട് ചോദിക്കുകയാണ്, പോലീസുകാർ എന്ത് ചാർജാണ് ഫയൽ ചെയ്തത്. മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവർ എത്രത്തോളം നോളജ് ഉണ്ടെന്നുള്ളത് പ്രേക്ഷകർക്കും കൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഈ അതോറിറ്റിക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയാണ് ഈ ക്ഷുദ്ര മാധ്യമങ്ങൾ ജയിച്ച് നിൽക്കുന്നത്. ദേ സ്റ്റഡി എ ലോട്ട്, ദേ കളക്ട് ഓൾ ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ തന്നെ നമ്മുടെ പ്രൊഫഷണലിസം നമ്മളവിടെ തെളിയിക്കുകയാണ്. എന്നാൽ ആങ്കർ പറയാണ്, ഇന്ന ചാർജസ് ഈ ക്രൈമിൽ അവിടെ പോലീസുകാർ ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രേക്ഷകർക്കും ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണലിസം കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെക്കുറിച്ച് ഒരു ഇത് അല്ല, എനിക്ക് തോന്നുന്നു ഈ ക്ഷുദ്രമാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ഈ ക്ലിക്ക് ബൈറ്റ് യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ മറ്റും വരുന്ന മാധ്യമങ്ങളെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനിപ്പോൾ ഒരുപാട് വ്യൂവേഴ്സും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആളുകളെ പെട്ടെന്ന് സംഭ്രമിപ്പിക്കുന്ന, നിങ്ങൾ ഇത് അറിഞ്ഞാൽ ഞെട്ടും എന്നൊക്കെ ഉള്ള തലക്കെട്ടൊക്കെ വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായി അതിൽ പോയി ക്ലിക്ക് ചെയ്യും ഞെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേയൊക്കെ അപവാദങ്ങളും അതിനകത്തുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ മാത്രം പര്യാപ്തമല്ല. ആർക്കും എന്തും പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവിടെ റെസ്പോൺസിബിളായ ഒരാളുണ്ട്, ഒരു എഡിറ്ററുണ്ട് അതിനകത്ത്. എന്ന് മാത്രമല്ല, നിശ്ചയമായും നമ്മളൊരു ജേർണലിസം എന്ന് പറയുന്നത് അതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ത് എന്ന് മനസ്സിലാക്കി ചെയ്യുന്നതും വായിൽ തോന്നുന്നത് ഒരാൾ യൂട്യൂബിൽ തുറന്ന് വിളിച്ചു പറയുന്നതും രണ്ടാണ്. ആ വ്യത്യാസം ഈ പറഞ്ഞ താങ്കളുടെ വാക്കുകളിലെ ക്ഷുദ്ര മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും തമ്മിലുണ്ടാവും. അറിയാം, ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവും. പക്ഷേ സമയപരിമിതി കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്.